നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും തിരിച്ചടി. പകർപ്പവകാശ ലംഘനത്തിൽ നടൻ ധനുഷിന്റെ ഹർജി നിലനിൽക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചു. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഹർജി തള്ളുകയും ചെയ്തു. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഓഫീസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിലല്ല എന്നായിരുന്നു വാദം. ധനുഷിന്റെ ഹർജി അടുത്ത മാസം 5-ന് പരിഗണിക്കും. AP നദീറ ചേരുന്നു വിശദാംശങ്ങളുമായി. നദീറ, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ധനുഷിന്റെ ഹർജി നിലനിൽക്കും, എന്നാൽ നെറ്റ്ഫ്ലിക്സിന്റെ ഉൾപ്പെടെ ഹർജികൾ തള്ളുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇനിതാ നമുക്കറിയാം, ധനുഷും നയൻതാരയും തമ്മിലുള്ള പ്രശ്നം നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് നടത്തിയ ബിയോണ്ട് ദ ഫെയറി ടൈൽ എന്ന ഡോക്യുമെൻ്ററി പുറത്തു വന്നതോടുകൂടിയായിരുന്നു, അതിൻ്റെ ട്രെയിലർ പുറത്തു വന്നതോടെയായിരുന്നു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. നയൻതാര ഇതിനകത്ത് ഉപയോഗിച്ച നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഇതിനകത്ത് ഉപയോഗിച്ച നാനും റൗഡിദാൻ എന്ന ചിത്രത്തിൻ്റെ ശകലങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേസുണ്ടായത്. ധനുഷ് 10 കോടി ആവശ്യപ്പെട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സൂട്ട് ഫയൽ ചെയ്തിരുന്നു. ഇതോടെയായിരുന്നു നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാൻ പാടില്ല, ഈ ഹർജി നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലത്തല്ല ഈ വിഷയങ്ങൾ നടന്നിരിക്കുന്നത്, ഇത് പരിഗണിക്കുന്നുണ്ടെങ്കിൽ കാഞ്ചീപുരത്തോ അല്ലെങ്കിൽ മുംബൈയിലോ വെച്ച് പരിഗണിക്കേണ്ട കേസാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാവിയേറ്റ് ഹർജി ഫയൽ ചെയ്തത്. ഇതേ തുടർന്ന് വാദങ്ങൾ നടന്നു. കഴിഞ്ഞ 1 മാസമായി കോടതിയിൽ വാദം തുടരുകയായിരുന്നു. ധനുഷ് വാദിച്ചത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ നടന്മാരും ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ തനിക്ക് പകർപ്പവകാശം അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അതിന്മേൽ മറ്റാർക്കും അധികാരമില്ല, തൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത് ഉപയോഗിച്ചത്, ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചത് കൃത്യമായി പകർപ്പവകാശ ലംഘനമാണ്, അതുകൊണ്ട് ഈ സൂട്ട് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് നടപടി ഉണ്ടാകണമെന്നായിരുന്നു ധനുഷിൻ്റെ ആവശ്യം. ധനുഷിൻ്റെ ഹർജി കോടതി അംഗീകരിക്കുകയാണ്. ഹർജിയുമായി ധനുഷിന് മുന്നോട്ട് പോകാം. കോടതി വാദം കേൾക്കാൻ തയ്യാറാകുകയാണ്. ഫെബ്രുവരി 5 മുതൽ ഇതിന്മേലുള്ള വാദം നടക്കുകയും ചെയ്യും. ഈ വാദവും ഹർജിയും ഒന്നും പരിഗണിക്കേണ്ടതെന്ന നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സൗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുന്നില്ല. അത് പാടെ തള്ളിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് കേസുമായി മുന്നോട്ട് പോകാം.